Hi, hello, it's me Najib sir and welcome back to Mathsido again. Okay, നോക്കടാ ജോഗ്രഫിയിലെ ചാപ്റ്റർ 1 വെതർ ആൻഡ് ക്ലൈമറ്റ് അഥവാ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്ന ചാപ്റ്ററാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ എടുക്കാൻ പോകുന്നത്. ചാപ്റ്ററിൽ കുറച്ച് തൊട്ട് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ നമ്മൾ കുറച്ച് ലെങ്ത് ഉണ്ടാവും. നോർമലി നമുക്ക് വൺ ഷോട്ടിനേക്കാൾ ഇച്ചിരി ലെങ്ത് ഉണ്ടാവും. കാരണം എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും ഡീറ്റെയിലായിട്ട് എന്നെ പറഞ്ഞു വരും. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും ഇന്ന് ഡിസ്കസ് ചെയ്ത് പോകും. അപ്പോൾ എന്ത് ചെയ്യുക ഫുൾ ചാപ്റ്റർ മുഴുവനായിട്ട് ഇരുന്ന് കേൾക്കുക. എന്ത് ചെയ്യുക ഒരു നോട്ട് ബുക്ക് എടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ കൂടെ തന്നെ പരമാവധി നോട്ട്സ് എന്ത് ചെയ്യുക നമ്മൾ അത്രയും ഇരുന്നുണ്ടാക്കിയ നോട്ട്സാണ്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. നോട്ട് ഇതിൻ്റെ കൂടെ എഴുതിയെടുത്താൽ ഏറ്റവും നല്ലത് എന്ത് ചെയ്യുക അത് റിവൈസ് ചെയ്ത് പഠിക്കുകയും ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുക ഇനിയിപ്പം ടൈം കുറച്ചുള്ള ആൾക്കാർ എന്ത് ചെയ്യുക ഒന്ന് 1.5 1.25 ഇട്ടാൽ സ്പീഡ് കൂട്ടി കണ്ടാൽ എന്ത് ചെയ്യുക ഫുള്ളായിട്ടും കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക കാണാം. എന്ത് ചെയ്യാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യാം. വെതർ ആൻഡ് ക്ലൈമറ്റ് അല്ലെങ്കിൽ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററാണ്. നോക്കാം, തുടങ്ങാം. എന്താണ് വെതർ, എന്താണ് ക്ലൈമറ്റ്, എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം? ഓക്കെ, റെഡി. അങ്ങനെ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു സ്ഥലത്ത് നമ്മളിപ്പോൾ നിന്നു നമ്മുടെ സ്റ്റുഡിയോക്കുള്ള സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്തു ഇന്നത്തെ എന്താ അവസ്ഥ എന്ന് ചോദിച്ചു. ഇന്നിപ്പോൾ നല്ല മഴയാണ്, ഇപ്പോൾ നല്ല ചൂടാണെന്നൊക്കെ പറയുന്നതാണ് എന്ത് സിമ്പിളായിട്ട് പറഞ്ഞാൽ വെതർ. നിങ്ങൾ ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് ഫോണിൽ ഈ ഇന്നത്തെ വെതർ എന്ന് പറഞ്ഞിട്ട് സാധനം കാണിക്കും. വെതർ അപ്ഡേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് ഇത്ര ടെമ്പറേച്ചർ ചൂടുണ്ട്, ഇന്നത്തെ ടെമ്പറേച്ചർ ഇന്നത്തെ തണുപ്പുണ്ട്, ഇന്ന സ്ഥലത്ത് മഴ ഉണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ, അതാണ് വെതർ. അതായത് ഒരു ഷോർട്ട് ടേമിൽ വളരെ കുറഞ്ഞ സമയത്ത് ഒരു സ്ഥലത്ത് അവിടുത്തെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് സച്ചാസ് എന്തൊക്കെ അവിടുത്തെ ടെമ്പറേച്ചർ ചൂട് എന്താണ് അവസ്ഥ അഥവാ താപനിലയ്ക്ക് എന്താണ് പാട്, പ്രഷർ അവിടുത്തെ അന്തരീക്ഷ മർദ്ദം എങ്ങനെയാണ്, വിൻഡ് കാറ്റ് എങ്ങനെയാണ്, ഹ്യൂമിഡിറ്റി അഥവാ ആർദ്രത ഒക്കെ നമുക്ക് പഠിക്കട്ടെ. ഈ സാധനങ്ങൾ തന്നെ നമ്മൾ ചാപ്റ്റർ മുഴുവൻ പഠിക്കാനുള്ളത്. അപ്പം ആ ഡൗട്ട് ആവണ്ട. അതിൻ്റെ പ്രസിപ്പിറ്റേഷൻ അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ മഴയുടെ അളവൊക്കെ എങ്ങനെയാണെന്നൊക്കെയുള്ളതാണ് എന്ത് നമുക്ക് ഒരു ചെറിയ കാലയളവിൽ ഒരു ഷോർട്ടർ പീരീഡ് 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂറിലൊക്കെ ഒരു സ്ഥലത്ത് എന്താണ് അവസ്ഥ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്ന സാധനം വെതർ ആയിരിക്കും അല്ലെങ്കിൽ ദിനാന്തരീക്ഷ സ്ഥിതി ആയിരിക്കും. പക്ഷേ നമ്മളൊരു ലോങ് ടേം ആയിട്ട് ഒരു ഏരിയത്തെ കാര്യങ്ങൾ പറയുകയാണ് നമ്മൾ എന്താ പറയുക കാലാവസ്ഥ അല്ലെങ്കിൽ ക്ലൈമറ്റ് എന്ന് പറയും. ആവറേജ് വെതർ കണ്ടീഷൻ എക്സ്പീരിയൻസ്ഡ് ഫോർ എ ലോങ്ങർ പീരീഡ് ഓവർ എ ലാർജർ ഏരിയ ഈസ് ടേംഡ് ആസ് ക്ലൈമറ്റ് അഥവാ കാലാവസ്ഥ. ഒരു വിശാലമായ പ്രദേശം ദീർഘകാലമായി അനുഭവപ്പെടുന്ന ദിനാവസ്ഥ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ എന്ന് പറയുന്നത്. ആലോചിച്ചോ നിങ്ങൾ നോർമലി ഇപ്പം എന്ത് ചെയ്യുക നമ്മൾ ടൂർക്ക് പോകുന്ന സമയത്ത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക എന്താണ് വെതറാണ് ചെക്ക് ചെയ്ത് നോക്കുക. ഇന്ന് അവിടെ എന്താണ് സ്ഥിതി, ഇന്ന് അവിടെ ചൂടാണോ ഒന്ന് തണുപ്പാണോ എന്നൊക്കെ അറിയാനുള്ളത് വെതർ ചെക്ക് ചെയ്താലേ കിട്ടുള്ളൂ. ക്ലൈമറ്റ് ചെക്ക് ചെയ്ത് എന്താ കാണിക്കുക അവിടെ കൊല്ലങ്ങളായിട്ട് ഈ സമയത്ത് എന്താണോ ഉള്ളത് അതാണ് ക്ലൈമറ്റ് ആയിട്ട് കാണിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് നമ്മൾ പറയുന്ന പേര് വെതറാണ്. ഇവിടെ 30-40 വർഷമായിട്ട് എല്ലാ സമയത്തും എന്താണ് ഉണ്ടാവുന്നത് അതിന് നമ്മൾ ആവറേജ് നമ്മൾ പറയുന്ന പേരാണ് എന്ത് ക്ലൈമറ്റ്. ഓക്കെ, നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഊട്ടി ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് തണുപ്പാണ്. ഓക്കെ, ചിലപ്പോൾ നമ്മൾ പോകുന്ന ദിവസം എന്തായിരിക്കും വെയിലായിരിക്കും. അത് ചോദിച്ചാൽ ഊട്ടിയുടെ ക്ലൈമറ്റ് എന്താവില്ല വെയിലാവില്ലല്ലോ. കാരണം എന്താ നോർമലി അവിടെ എല്ലാ സമയത്തും ആവറേജ് ആയിട്ട് അവിടെ ഉണ്ടാവുന്നത് എന്താണോ അതിനാണ് ക്ലൈമറ്റ് എന്ന് പറയുക. അപ്പോൾ ഊട്ടിയുടെ ക്ലൈമറ്റ് എന്താ തണുപ്പാണ്. പക്ഷേ നമ്മൾ പോയ ദിവസം നമ്മുടെ എന്തോ ഭാഗ്യം കൊണ്ട് എന്തായി അവിടെ വെയിലായി. ഓക്കെ, അപ്പോൾ ഈ വെയിലിനൊന്നും അവിടെ വെയിൽ എന്നിപ്പോൾ ക്ലൈമറ്റ് എന്താണ് അന്നത്തെ ആ ഈ സമയത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ തണുപ്പിനാണ്. പക്ഷേ അന്നത്തെ വെതർ എന്ന് പറഞ്ഞാൽ എന്താണ് വെയിലാണ്, ചൂടുള്ള വെതറാണ്. അപ്പോൾ നോക്കുക ഷോർട്ടർ പീരീഡ് നമ്മൾ 1-2 ദിവസം ഒരു സ്ഥലത്തിന് ക്ലൈമറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് വെതർ എന്നും, ലോങ്ങർ പീരീഡിൽ ക്ലൈമറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും ക്ലൈമറ്റ് അല്ലെങ്കിൽ കാലാവസ്ഥ എന്നും പറയും. ആ ഒരു വ്യത്യാസം കിട്ടണം. ക്ലൈമറ്റും വെതറും ചോദിക്കൂട്ടോ 2 മാർക്കിന് ചോദിക്കും. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വെതർ ആൻഡ് ക്ലൈമറ്റ്? ലോങ് ടേം പാറ്റേൺ ആണ്, മറ്റേതെന്താണ് ഷോർട്ട് ടേം ആണ്. ഒരു ഷോർട്ട് ടേം പറയുന്നത് വെതറും ലോങ് ടേമിൽ പറയുന്നത് ക്ലൈമറ്റും ആയിരിക്കും. ആ ഒരു വ്യത്യാസം ഒന്ന് ഷോർട്ട് ടേം ആണ്. ഒരു ഷോർട്ട് ടേമിലെ കാലാവസ്ഥ സവിശേഷത അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറുകൾ പറ്റി പറയുന്നതും ലോങ് ടേം അതായത് കുറേ കാലമായിട്ട് അവിടെ എന്താണോ ഈ സമയത്ത് ഉണ്ടാകുന്നത് അത് നമ്മൾ ക്ലൈമറ്റ് എന്നും പറയും. ഓക്കെ, റെഡി. മൺസൂണിനെ പറ്റി പറയും. മൺസൂൺ ക്ലൈമറ്റ് എന്താ മഴയാണ്. ചിലപ്പോൾ ആ ചില ഇടയ്ക്കൊരു ദിവസം എന്തുണ്ടാവും വെയിലുണ്ടാവും, അത് അന്നത്തെ വെതർ മാത്രമാണ്. ഓക്കെ, ആ വ്യത്യാസം കിട്ടിയില്ലേ? അത്രയുള്ളൂ, സിമ്പിളായിട്ട് മനസ്സിലാക്കി വെക്കാം. നമ്മൾ പഠിക്കാനുള്ളത് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ അല്ലെങ്കിൽ അന്തരീക്ഷ താപനില. എന്താണ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ അല്ലെങ്കിൽ അന്തരീക്ഷ താപനില എന്ന് പറയുന്നത്? ശ്രദ്ധിച്ചോട്ടോ. സൺ ഈസ് സോൾ സോഴ്സ് ഓഫ് എനർജി ഫോർ എർത്ത്. ഭൂമിയിലേക്ക് ഞാനും നിങ്ങളൊക്കെ നിൽക്കുന്ന ഭൂമിയിലേക്ക് ഫുൾ എനർജി വരുന്നത് എവിടെ നിന്നാണ്? സൂര്യനിൽ നിന്നാണ്. ഈ സൂര്യനിൽ എങ്ങനെ എനർജി ഉണ്ടാകുന്നത്? ആ പ്രോസസ്സിൻ്റെ പേരാണ് അണുസംയോജനം അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ. എന്താ ഒന്നും പഠിക്കേണ്ട, ജസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്ത് മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം. ഹൈഡ്രജൻ ഹീലിയം പോലത്തെ സൂര്യനുള്ളിലുള്ള ആറ്റംസിലെ ന്യൂക്ലിയസ് അതായത് ഹൈഡ്രജൻ ഹീലിയം ഹൈഡ്രജൻ വരും ഹീലിയം വരും തമ്മിൽ കൂട്ടിമുട്ടും, രണ്ടും കൊളൈഡ് ചെയ്യും, അവിടെ ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യും.
ഓക്കെ റെഡി, രണ്ടും കൊളൈഡ് ചെയ്യും, കൂട്ടിമുട്ടത്, അപ്പോൾ എനർജി ന്യൂക്ലിയസും ഹൈഡ്രജന്റെയും ഹീലിയത്തിന്റെയും ന്യൂക്ലിയസും കൂട്ടിമുട്ടിയിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യും, റിലീസ് ചെയ്യും. അങ്ങനെ ഉണ്ടാവുന്നതാണ്, അങ്ങനെ എനർജി പ്രൊഡ്യൂസ് ചെയ്യാനാണ് സൂര്യൻ്റെ ഉള്ളിൽ എനർജി ഉണ്ടാവുന്നതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. എന്താണെന്ന് പഠിച്ചു വെക്കേണ്ട പ്രശ്നമല്ല, ജസ്റ്റ് മെൻഷൻ ചെയ്തോളൂ. അപ്പം അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ, സൂര്യനാണ് നമുക്ക് എനർജി തരുന്നത്, സൂര്യനിൽ എനർജി ഉണ്ടാവുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ വഴിയാണ്. മാർക്ക് ചെയ്ത് വെച്ചോ. ദ എമൗണ്ട് ഓഫ് സൺറൈസ് റീച്ച് ഇൻ ദ എർത്ത് സർഫസ് ഈസ് കോൾഡ് ഇൻസൊലേഷൻ. നമ്മൾ പറഞ്ഞു സൂര്യൻ എന്താണ്, സൂര്യൻ ഇവിടെ സൺറൈസ് ഇങ്ങനെ ഉണ്ടായിട്ട് നമ്മൾ എർത്തിൻ്റെ സർഫസ് ആണ്, ഇവിടെ വന്ന് ഇങ്ങനെ വെക്കും അല്ലേ, സർഫസിലേക്ക് ഇങ്ങനെ എർത്തിൻ്റെ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് സൂര്യപ്രകാശം ഇങ്ങനെ വരില്ലേ. എത്ര എമൗണ്ട് സൂര്യപ്രകാശമാണോ നമ്മുടെ ഭൂമിയുടെ പ്രതലത്തിലേക്ക് വരുന്നത്, അത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസൊലേഷൻ. ഇതിലൊരു വേറൊരു കാര്യം പഠിക്കാണ്ട്, സോ എന്ന് കണ്ടോ, സോ ഫോർ ഷോർട്ട്. ഇതെങ്ങനെയാണ് വരിക, ഷോർട്ട് വേവ്സ് ആയിട്ടാണ് വരിക, അഥവാ ഹ്രസ്വ തരംഗങ്ങളായിട്ടാണ് വരിക. വേറെ കുറച്ച് കഴിയുമ്പോൾ വേറെ കാര്യമായിട്ട് പഠിക്കുക, അതിന് മാറിപ്പോകാതിരിക്കാനാണ് ഇൻസൊലേഷൻ, ഷോർട്ട് വേവ്സ്. ആ ലോജിക്ക് ആലോചിച്ച് നോക്കണം. ഇൻസൊലേഷൻ, സോ ഫോർ ഷോർട്ട് വേവ്സ്, സോ എന്ന് പറഞ്ഞാൽ ഷോർട്ട് വേവ്സ്. അപ്പം ഇൻസൊലേഷൻ ഏത് വേവ് ആണെന്ന് ചോദിക്കും, ഷോർട്ട് വേവ്സ് ആണ്. ഷോർട്ട് വേവ്സിൻ്റെ രൂപത്തിലാണ് എന്ത് ചെയ്യുക, ഇൻസൊലേഷൻ വരിക. ഓക്കെ ആണ്, അതായത് എർത്തിലേക്ക് സണ്ണിൽ നിന്നും റേസ് വരുന്നത് എന്ത് വേവ്സിലാണ്, ഷോർട്ട് വേവ്സിൻ്റെ അഥവാ ഹ്രസ്വ തരംഗങ്ങളായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഭൂമിയിലേക്ക് എത്തുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുന്ന സൂര്യരശ്മികളുടെ അളവിനെ ഇൻസൊലേഷൻ എന്ന് വിളിക്കുന്നു. കണ്ടോ, സൂര്യൻ നമ്മുടെ എർത്ത് ഇവിടെ എത്തുന്ന എമൗണ്ട് ആണ് എന്ത്, ഇൻസൊലേഷൻ അല്ലെങ്കിൽ ഇൻസൊലേഷൻ, മലയാളത്തിൽ ഇൻസൊലേഷൻ എന്ന് പറയാം. അപ്പോൾ റെഡി, ഇൻകമിംഗ് സോളാർ റേഡിയേഷൻ ഇൻ ദ ഫോം ഓഫ് ഷോർട്ട് വേവ്സ് എന്ന് പറഞ്ഞില്ലേ, ഷോർട്ട് വേവ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, ആ കിട്ടണം ഇൻസൊലേഷൻ. പിന്നെ മാറിപ്പോകാൻ പാടില്ല, കാരണം കുറച്ച് നമ്മൾ റേഡിയേഷൻ പഠിക്കുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇൻസൊലേഷൻ, സോ ഫോർ ഷോർട്ട് വേവ്സ് കിട്ടണം. സൗരവികിരണം ഹ്രസ്വതരംഗങ്ങളുടെ രൂപത്തിലായിരിക്കും. അങ്ങനെ ഈ ഭൂമിയിൽ എന്ത് ചെയ്യും, ഭൂമിയിൽ ഇങ്ങനെ ഇൻസൊലേഷൻ എന്താകുമ്പോൾ സൺറൈസ് ഇങ്ങനെ വന്ന് ഭൂമിൻ്റെ സർഫസ് എന്താവും, ഹീറ്റ് ആവും, ഭൂമിയുടെ സർഫസ് ഹീറ്റ് ആവും. അങ്ങനെ ഹീറ്റ് ആയത് ഭൂമിയുടെ ഉപരിതലം എന്ത് ഇൻസുലേഷൻ വഴി ചൂടാക്കപ്പെടും. ഹീറ്റ് ഈസ് ട്രാൻസ്ഫർ ടു ദ അറ്റ്മോസ്ഫിയർ ത്രൂ 4 പ്രോസസ്. നമ്മൾ പറഞ്ഞു ഇത് ഭൂമിൻ്റെ സർഫസ് ഒന്ന് ആലോചിക്കട്ടെ നിങ്ങൾ, സണ്ണിൽ ഇങ്ങനെ റേസ് ഇങ്ങനെ വന്ന് ഈ ഭൂമിൻ്റെ സർഫസ് ഒക്കെ എന്താ ഇങ്ങനെ ഹീറ്റായി ഇങ്ങനെ നിൽക്കുക, കാരണം സൂര്യപ്രകാശം ഇങ്ങനെ വന്നുകൊണ്ടേ നിൽക്കില്ലേ, വന്ന് ഈ സർഫസ് ഹീറ്റായ ഈ സർഫസിൽ ഹീറ്റ് അങ്ങനെ തന്നെ നിൽക്കുമോ, ഓരോ ഏരിയയിലേക്ക് പോലെ 4 രീതിയിലാണ് നമ്മുടെ ഭൂമിയുടെ സർഫസിലെത്തിയ ഹീറ്റ് സ്പ്രെഡ് ആകുന്നത്. ആ 4ഉം പഠിച്ചു വെക്കണം. ചിലപ്പോൾ ഏതെങ്കിലും ഒന്ന് 1 മാർക്കിന് 2 മാർക്കിന് ചോദിക്കുക, ചിലപ്പോൾ 4 മാർക്കിന് 4ഉം ചോദിക്കും. അപ്പം ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ 4 പ്രോസസ്സ്, അതായത് പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, അന്തരീക്ഷത്തിലെ താപവ്യാപന പ്രക്രിയകൾ, അറ്റ്മോസ്ഫിയറിലുള്ള താപം അഥവാ ഹീറ്റ് സ്പ്രെഡ് ആവുന്ന 4 വേസ്. ഒന്നാമത് കണ്ടക്ഷൻ, 2 കൺവെക്ഷൻ, 3 അഡ്വെക്ഷൻ, 4 റേഡിയേഷൻ. ഓക്കെ, എന്താണ് താപചാലനം, സംവഹനം, അഭിവഹനം ആൻഡ് വികിരണം. 4 പ്രോസസ്സാണ്. 4 പ്രോസസ്സ് വഴിയാണ് എന്ത് ചെയ്യുക, നമ്മുടെ ഹീറ്റ് എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക. അതായത് എർത്തിൻ്റെ സർഫസിൽ സണ്ണിൽ നിന്ന് വന്ന ഹീറ്റ് എന്ത് ചെയ്യുക, സ്പ്രെഡ് ചെയ്ത് പോകുന്ന 4 വഴിക്കാണ്. 4 നമ്മളിപ്പോൾ പറയും, ഇപ്പം തന്നെ പഠിച്ചോളാം. ഓക്കെ, ഒന്നാമത് കണ്ടക്ഷൻ. എന്താ കണ്ടക്ഷൻ? നമ്മൾ എർത്തിൻ്റെ സർഫസ് ഇവിടെയാണ് ചൂടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ചൂടുള്ള എന്തെങ്കിലും സാധനത്തിൻ്റെ അടുത്ത് നമ്മൾ തൊടുന്നതിന് മുന്നേ തന്നെ നമുക്ക് ചൂട് കിട്ടും. എന്തെങ്കിലും നല്ല ചൂടുന്ന മെഷീനൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൈ ഇങ്ങനെ കൊണ്ടുപോയി അതിൻ്റെ തൊട്ടടുത്തെത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ചൂട് കിട്ടൂലേ. അത് തന്നെ പരിപാടി. എർത്തിൻ്റെ സർഫസുമായിട്ട് കോണ്ടാക്റ്റ് ഉള്ള എയറിൽ ഹീറ്റ് ഈസ് ട്രാൻസ്ഫർ ടു ദ ലോവർ പാർട്ട് ഓഫ് ദ അറ്റ്മോസ്ഫിയർ വിച്ച് ഈസ് ഡയറക്ട്ലി ഇൻ കോണ്ടാക്ട് ദ സർഫസ് ഓഫ് ദി എർത്ത്. ഇതാണ് എർത്തിൻ്റെ സർഫസ്. എർത്തിൻ്റെ സർഫസ് ഒരു കോണ്ടാക്റ്റിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ ഈ താഴ്ന്ന ഭാഗമല്ലേ, ഇതാണ് അറ്റ്മോസ്ഫിയർ. ഈ ഒരു ഏരിയ ആണ് അറ്റ്മോസ്ഫിയർ വരിക. ഈ ഒരു ഏരിയ ആണ് നമ്മൾ എന്ത് ചെയ്യുക, അറ്റ്മോസ്ഫിയർ വരിക. ഇതിൻ്റെ താഴ്ന്ന ഭാഗങ്ങളിൽ ഈ ഏരിയ, ഈ അറ്റ്മോസ്ഫിയറിൻ്റെ താഴത്തെ ഏരിയയിൽ എന്ത് ചെയ്യും, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. എർത്തിൻ്റെ ഈ സർഫസ് നിന്നും തൊട്ട് മുകളിൽ ഈ ഏരിയയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന പരിപാടി നമ്മൾ പറയുന്ന പേരാണ് കൺവെക്ഷൻ അല്ലെങ്കിൽ താപചാലനം. നോക്കിക്കോ, ഭൂമിയുടെ ചൂടായ ഭൗമോപരിതലത്തോട് ചേർന്ന് നിൽക്കുന്ന അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വിധാനങ്ങളിലേക്ക് താപം പകരുന്നു. സർഫസ് തൊട്ട് മുകളിലെ സ്ഥലം, അവിടേക്കും കൂടി ഹീറ്റ് സ്പ്രെഡ് ആവും. ഇത്ര തന്നെ. ചൂടായ അതിൻ്റെ അപ്പുറത്തെ സ്ഥലത്തേക്ക് ചൂട് പോലെ അങ്ങനെ ആലോചിച്ചാൽ മതി. അതാണ് കണ്ടക്ഷൻ അല്ലെങ്കിൽ താപചാലനം. രണ്ടാമത് കൺവെക്ഷൻ അല്ലെങ്കിൽ സംവഹനം. ദ ഹീറ്റഡ് എയർ എക്സ്പാൻഡ് ആൻഡ് റൈസസ് അപ്പ്, ഹീറ്റ് ട്രാൻസ്ഫർ ടു ദ ഹയർ റീച്ചസ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ. എന്താ പറഞ്ഞ്, അന്തരീക്ഷവായു ചൂട് പിടിച്ച് വികസിച്ച് മുകളിലേക്ക് വന്ന് ആലോചിച്ചു. നിങ്ങൾ ചായ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഗ്യാസ് ഓണാക്കി ചായ വെള്ളം വെച്ച് കുറച്ച് കഴിയുമ്പം ഇതിങ്ങനെ ചൂട് കൂടുന്നതിനനുസരിച്ച് വെള്ളം പച്ച വെച്ച് നീരാവിയായിട്ട് പോലെ, വെള്ളം ഇങ്ങനെ പച്ചിട്ട് ആവിയായിട്ട് മേലോട്ട് പോകും. അതുപോലെ എയർ എന്ത് ചെയ്യും, ഒരു പരിധി കൂടുതൽ ചൂടാകുന്ന സമയത്ത് എന്ത് ചെയ്യും, എയർ റൈസ് ചെയ്ത് ഇങ്ങനെ മേലോട്ട് പോകും. ഓക്കെ, അപ്പോൾ എന്താ താഴത്താണ് ഉണ്ടാവും, എർത്തിൻ്റെ സർഫസുമായിട്ട് മുട്ടി നിൽക്കുന്ന സ്ഥലത്ത് എന്ത് ചെയ്യും, ഈ നേരത്തെ പറഞ്ഞു ഹീറ്റ് ഉണ്ടാവും, ചൂടാവും. ഈ ചൂടായ എയർ ഇങ്ങനെ വികസിച്ച് എക്സ്പാൻഡ് ചെയ്ത് മുകളിലേക്ക് റൈസ് ചെയ്ത് പോകുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് കൺവെക്ഷൻ.
ഓക്കെയാണ് കൺവെക്ഷൻ അഥവാ സംവഹനം. അപ്പോൾ എന്ത് ചെയ്യുക, ഹീറ്റ് എയർ ഹീറ്റാവുക, ഹീറ്റായ എയർ റൈസ് ചെയ്ത് പോവുക. നേരത്തെ നമ്മൾ പറഞ്ഞു എർത്തിൻ്റെ സർഫസിന് തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ ഹീറ്റാവുന്നതിനെ കണ്ടക്ഷൻ അഥവാ സംവഹനമെന്നും, ഹീറ്റായ എയർ റൈസ് ചെയ്ത് മുകളിലോട്ട് പോയി അവിടെയും ചൂടാവുന്നതിന് നമ്മൾ എന്ത് പറയും, കൺവെക്ഷൻ അല്ലെങ്കിൽ സംവഹനം എന്നും പറയും. മൂന്നാമതൊരു സാധനം അഭിവാഹനം. എന്താണ് അഡ്വക്ഷൻ അല്ലെങ്കിൽ അഭിവാഹനം? ശ്രദ്ധിച്ചോ, നമ്മൾ എന്ത് ചെയ്യും, ക്യാമ്പ് ഫയറോ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പരിപാടിക്കൊക്കെ എന്ത് ചെയ്തു, ഒരു സ്ഥലത്ത് തീയൊക്കെ കൂട്ടിയിട്ടു, അതിന് സൈഡിൽ നമ്മളിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുക, പെട്ടെന്നൊരു കാറ്റടിച്ചു, ആ ചൂട് നമുക്ക് കിട്ടൂലേ? കാരണം കാറ്റാണ് അടിച്ച്, ആ കാറ്റ് നമ്മൾ നേരെ വന്നപ്പോൾ ആ കാറ്റിൻ്റെ ഒപ്പം എന്തുകൂടി വന്നു, ചൂടും വന്നു. നമ്മൾ എന്തെങ്കിലും തീൻ്റെ അടുത്ത് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ കാറ്റടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, ആ ചൂട് കിട്ടും. എന്തുകൊണ്ടാണ്? ആ പരിപാടിയാണ് അഡ്വക്ഷൻ അല്ലെങ്കിൽ അഭിവാഹനം. ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഹൊറിസോണ്ടലി ത്രൂ വിൻഡ്. ഒരു കാറ്റ് വീശുമ്പോൾ അതൊരു വിൻഡ് വരുന്ന സമയത്ത് വിൻഡിൻ്റെ കൂടെ എന്തോടി വരിക, നമ്മുടെ ചൂടും കൂടി, ഹീറ്റ് കൂടി വരുന്നത് നമ്മൾ പറയുന്ന പേരാണ് അഡ്വക്ഷൻ അല്ലെങ്കിൽ അഭിവാഹനം എന്ന് പറയുന്നത്. നാലാമത്തത് റേഡിയേഷൻ. എർത്തിൻ്റെ സർഫസിൽ എന്ത് ചെയ്തു, ഹീറ്റ് വന്നു, നല്ലോണം ചൂടായി ഒരു പരിധി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എർത്തിൻ്റെ ഹീറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എർത്ത് സർഫസ് എന്ത് ചെയ്യും, എനർജിയെ പുറത്തോട്ട് എമിറ്റ് ചെയ്യും. എനർജി അഥവാ ഊർജ്ജം പുറന്തള്ളും. എന്ത് ചെയ്യും, എമിഷൻ ഓഫ് എനർജി ഫ്രം ദ എർത്ത് സർഫസ് ആസ് ലോങ് വേവ്സ്. ഇതാണ് നേരത്തെ പറഞ്ഞത്. നേരത്തെ നമ്മൾ പറഞ്ഞു സണ്ണിലേക്ക് വരുന്നത്, ഇപ്പോൾ സണ്ണ് ഇത് എർത്ത് ആണെങ്കിൽ ഇങ്ങോട്ട് വരുന്നത് ഇൻസൊലേഷൻ ഷോർട്ട് വേവ്സ് ആയിരിക്കും. എർത്ത് റേഡിയേഷൻ തിരിച്ച് പുറത്തേക്ക് പോകുന്നത് എന്താണ്, ലോങ് വേവ്സ് ആണ്. അത് മാറിപ്പോകരുത്. അതിനാണ് നേരത്തെ ഇൻസൊലേഷൻ ഫോർ ഷോർട്ട് എന്ന് പഠിപ്പിച്ചത്. റെഡി? അപ്പോൾ റേഡിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്തിന് സർഫസ് ഒരു പരിധി കൂടുതൽ ചൂടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഹീറ്റിനെ പുറത്തോട്ട് വിടും, ഹീറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് റേഡിയേഷൻ അല്ലെങ്കിൽ വികിരണം. ഓക്കെയാണ്. 4 അഡ്വക്ഷൻ, കണ്ടക്ഷൻ, കൺവെക്ഷൻ, അഡ്വക്ഷൻ, റേഡിയേഷൻ. താപചാലനം, എർത്തിൻ്റെ സർഫസ് തൊട്ട് മുകളിലെ സ്ഥലം ഹീറ്റാവുക, ആ ഹീറ്റായ എയർ റൈസ് ചെയ്ത് പോവുക, കൺവെക്ഷൻ. ആ കൺവെക്ഷൻ പിന്നെ കാറ്റടിക്കുമ്പോൾ കാറ്റിൻ്റെ ഒപ്പരം കൂടി ഹീറ്റ് പോവുക, അഡ്വക്ഷൻ. പിന്നെ എന്ത് ചെയ്തു, എനർജി, ഭൂമി ഒരു പരിധി അധികം ചൂടാകുമ്പോൾ ഭൂമി എന്ത് ചെയ്യുക, എർത്തിൻ്റെ സർഫസ് എർത്തിൻ്റെ സർഫസിൽ നിന്ന് എനർജി പുറത്തേക്ക് എമിറ്റ് ചെയ്യുക, ഊർജ്ജം പുറന്തള്ളുക. അത് നമ്മൾ പറയും റേഡിയേഷൻ അല്ലെങ്കിൽ വികിരണം. ഓക്കെയാണ്, റെഡിയാണ്. 4 വേസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ അഥവാ താപവ്യാപന പ്രക്രിയകൾ 4 വിധം. മാറിപ്പോകരുത്, കിട്ടണം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. 4 നല്ല വൃത്തിയായിട്ട് എഴുതി വെക്കുക. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. എന്താണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്? The absorption of terrestrial radiation by the atmospheric gases such as carbon dioxide heats up the atmosphere. This phenomenon is termed as greenhouse effect. നേരത്തെ ഞാൻ പറഞ്ഞ സംഗതി ഇതാണ്. സോളാർ റേഡിയേഷൻസ് ഇങ്ങനെ വരുന്നു, ശ്രദ്ധിച്ചോട്ടോ. സോളാർ റേഡിയേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോളാർ റേഡിയേഷൻസ് അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻസുലേഷൻ ഇങ്ങനെ വന്നു, സോളാർ റേഡിയേഷൻസ് ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പരിധിയധികം ചൂടാകുമ്പോൾ നമ്മൾ റേഡിയേഷൻസ് പുറത്തേക്ക് ഇങ്ങനെ പോകുന്നു. ഈ റേഡിയേഷൻസ് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ എല്ലാ സമയത്തും പോയിക്കൊണ്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഭൂമിയിലെ ചൂട് ഇങ്ങനെ ഒരു ബാലൻസ് ആയിട്ട് അങ്ങനെ പോവാണ്. പക്ഷേ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ചില ഗ്യാസസ് എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള എന്താണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്, ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറയും. ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ത് ചെയ്യും, ഈ അറ്റ്മോസ്ഫിയറിലുള്ള കുറേ ഗ്യാസ് എന്ത് ചെയ്യും, നമ്മൾ ഈ പുറത്തോട്ട് പോകുന്ന റേഡിയേഷൻസ്, അതായത് എർത്തിൻ്റെ സർഫസ് നമ്മൾ പുറത്തോട്ട് വിട്ട റേഡിയേഷൻസ് ഇല്ലേ, അതിനെ അബ്സോർബ് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പം എർത്തിൻ്റെ സർഫസ് നമ്മൾ പുറത്തോട്ട് വിട്ട റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്ത് വെക്കും. ആര്? നമ്മുടെ പുറത്തുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസ്. ഈ അബ്സോർബ് ചെയ്ത് വെക്കുന്നതോടുകൂടി എന്ത് ചെയ്യും, പുറത്തേക്ക് ചൂട് പോകുന്നില്ല, നമ്മുടെ സൺറൈസ് ഇങ്ങനെ ചൂട് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയും ചെയ്യും. അത് കാരണം കൊണ്ട് നമ്മുടെ ഭൂമിയുടെ പ്രതലത്തിൽ എന്ത് ചെയ്യും, നമ്മുടെ ചൂട് ഇങ്ങനെ കൂടിക്കൂടി വരും. അത് നമ്മൾ പറയുന്ന പേരാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് അല്ലെങ്കിൽ ഹരിതഗ്രഹ പ്രഭാവം. ഹരിതഗ്രഹവാതകങ്ങൾ എന്ത് ചെയ്യുക, കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള ഹരിതഗ്രഹവാതകങ്ങൾ പുറത്തേക്ക് പോകുന്ന റേഡിയേഷൻസിന് അഥവാ വികിരണങ്ങളെ ആഗിരണം ചെയ്യുക അല്ലെ അബ്സോർബ് ചെയ്തിരിക്കുന്ന സമയത്ത് പുറത്തോട്ട് ചൂട് പോകാതിരിക്കുകയും ഭൂമിയിലേക്ക് ചൂട് കണ്ടിന്യൂസ് ആയിട്ട് സൂര്യപ്രകാശത്തിലൂടെ വരികയും ചെയ്യുമ്പോൾ നമ്മുടെ ഭൂമിയിൽ ചൂട് കൂടുന്നു. അതിനെ നമ്മൾ വിളിക്കും ഗ്രീൻ ഹൗസ് എഫക്റ്റ് അല്ലെങ്കിൽ ഹരിതഗ്രഹ പ്രഭാവം. ഓക്കെ, റെഡി? പിന്നുള്ളത് ഒരു ഹീറ്റ് ബജറ്റാണ്. ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. ടെക്സ്റ്റ് ബുക്കിൽ സൈഡിൽ ഒരു എക്സ്ട്രാ റീഡിംഗ് പോലെ കൊടുത്ത സാധനമാണ്. നമ്മൾ പറഞ്ഞു ഹീറ്റ് സൺറൈസിൻ്റെ രൂപത്തിൽ ഇങ്ങനെ ഹീറ്റ് ഭൂമിയിലേക്ക് വരും, അതുപോലെ റേഡിയേഷൻസ് ആയിട്ട് എന്ത് ചെയ്യും, ഹീറ്റ് ഇങ്ങനെ പുറത്തോട്ടും പോകും. ഇത് രണ്ടും ഒരേ ഒരു ബാലൻസിൽ അങ്ങനെ പോകുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഹീറ്റ് നമുക്ക് ഭൂമിയിൽ ഒരുപാട് ചൂട് കൂടി നമുക്ക് നിൽക്കാൻ പറ്റാത്ത ചൂട് വരാത്തതും, തണുപ്പ് കൂടി നമുക്ക് നിൽക്കാൻ പറ്റാത്ത തണുപ്പ് വരാത്തതും, ഒരു മീഡിയം ചൂടും ഒരു മീഡിയം തണുപ്പൊക്കെ നമ്മുടെ ഭൂമിയിൽ ഒരുവിധ എല്ലാ സ്ഥലത്തും മെയിൻറ്റെയിൻ ചെയ്യുന്ന നമ്മൾ പറയുന്ന പേരാണ് ഹീറ്റ് ബജറ്റ്. അത് താപ ബജറ്റ്. താപത്തിനെ ഇങ്ങനെ സന്തുലിതമായിട്ട് നിർത്തുക. ജസ്റ്റ് അതിനൊരു എമൗണ്ട് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുത്തിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. കാരണം എക്സ്ട്രാ റീഡിംഗ് പോലെ സൈഡിൽ കൊടുത്തൊരു കാര്യമാണ്. അപ്പോൾ വരുന്ന എമൗണ്ട് അത്ര തന്നെ ക്ലിയർ ആയിട്ട് ഇതിൻ്റെ എമൗണ്ട് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. കറക്റ്റ് വരുന്നത് എത്രയാണോ അത്ര തന്നെ തിരിച്ചു പോകുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഹീറ്റ് ബജറ്റ് എന്താണെന്ന് പഠിച്ചു വെക്കുക. എന്താണ്
Insolation is radiated back every day. Thus, the surface temperature of the remains balanced without becoming extremely cold or hot. ചൂട് ഭയങ്കരമായിട്ട് കൂടാതെയോ ഭയങ്കരമായിട്ട് കുറയാതെയോ എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്ത് വെക്കുക. സൺറൈസ് ഇങ്ങനെ വരുന്നു, റേഡിയേഷൻസ് വികിരണങ്ങൾ ഇങ്ങനെ പുറത്തോട്ട് പോവുകയും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ചെയ്തുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്കതിനെ താപ ബജറ്റ് അഥവാ ഹീറ്റ് ബജറ്റ് എന്ന് പറയാം. റെഡി ആണല്ലോ, സെറ്റ് ആണല്ലോ, ക്ലിയർ ആവാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് തൊട്ട് ബാക്ക് പോയി ഒന്നുകൂടി കേട്ടിട്ട് വരിക. എഴുതിയെടുക്കുന്ന ആൾക്കാർ നല്ലോണം നീറ്റാക്കിയിട്ട് സൈഡിങ് കൊടുത്തിട്ട് എഴുതിയെടുക്കാം. റെഡി. അടുത്തൊരു പോയിന്റാണ് ഐസോതേംസ് അല്ലെങ്കിൽ സമതാപരേഖകൾ. എന്താണ് ഐസോതേംസ് അല്ലെങ്കിൽ സമതാപരേഖകൾ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് നോക്കി വെക്കേണ്ടത് സമതാപം. മലയാളം മീഡിയക്കാർക്ക് വലിയ കുഴപ്പമില്ല, കാരണം സമതാപം, സമമായ താപം എന്ന് ഓർത്ത് വെക്കുക. ഐസോതേ എന്ന് പറയുമ്പോൾ ടി ഉള്ളത് കൊണ്ട് ഇത് ടെമ്പറേച്ചർ ആയിരിക്കും. എന്ത് ചെയ്യണം, ഇംഗ്ലീഷ് മീഡിയക്കാർ ഓർത്ത് വെക്കണം, ടി ഫോർ ടെമ്പറേച്ചർ. കാരണം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഒരു ഐസോ കൂടി പഠിക്കും. റെഡി. Isotherms. The imaginary lines drawn connecting the places have equal temperature are called isotherms. അത് ഒരു ഭൂമിയിൽ ഒരേ ടെമ്പറേച്ചറിൽ കുറേ സ്ഥലങ്ങളുണ്ടാവില്ലേ, ഇത് ഒരേ സമയത്ത് ഒരേ ടെമ്പറേച്ചറിൽ കുറേ സ്ഥലങ്ങളുണ്ടാവില്ലേ, ഇതിനെല്ലാം കൂടി കണക്ട് ചെയ്ത് ഒരു ഇമാജിനറി ലൈൻ വരച്ചിട്ടുണ്ടെന്ന് അങ്ങ് വിചാരിക്കാം. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോതേംസ് അല്ലെങ്കിൽ സമതാപരേഖകൾ. ഒരേ താപനിലയിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ. വീണ്ടും പറയുന്നു, സാങ്കല്പിക രേഖ. അങ്ങനെ ഒരു വരുന്നില്ല, മാപ്പ് എടുത്ത് നോക്കിയാലൊന്നും അവിടെ വരച്ചു വെച്ചൊന്നും കാണില്ല. എന്താണ്, ഭൂമിയിൽ അങ്ങനെ വരന്നില്ല. അത് ഒരേ ടെമ്പറേച്ചറിലെ സ്ഥലങ്ങൾ തമ്മിൽ കണക്ട് ചെയ്ത് ഒരു വര വരയ്ക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ പറയുന്ന പേരാണ് ഐസോതേംസ്. കണ്ടോ ഒരേ ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസ് ഉള്ള സ്ഥലങ്ങൾ തമ്മിൽ ഇങ്ങനെ വരച്ചൊരു ലൈൻ 10-20 ഡിഗ്രി സെൽഷ്യസ്. കണ്ടോ, നിങ്ങൾ ഇത് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത ഉണ്ടോ? ഈ ലാൻഡിൽ നിന്ന് പോകുന്ന സമയത്തെ ഒരു പെട്ടെന്നൊരു ബെൻഡ്, ഇവിടെ ഒന്നും വലിയൊരു ബെൻഡില്ല, ഇവിടെ എത്തുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ബെൻഡാവുന്നു. ഉണ്ടോ, ഈ ലാൻഡും ഓഷ്യനും മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത്. കാരണം എന്താണെന്ന് അറിയോ, ലാൻഡും ഓഷ്യനും ഹീറ്റ് ചെയ്യുന്നതിൻ്റെ സ്പീഡ് നല്ല വ്യത്യാസം ഉണ്ടാവും. നമുക്ക് വരാൻ പോകുന്ന ടോപ്പിക്കാണ്, അപ്പം ക്ലിയർ ആവും. ലാൻഡും ഇപ്പോൾ ജസ്റ്റ് പറയുന്നുള്ളൂ, ലാൻഡും സീയും വെവ്വേറെ സ്പീഡിലാണ് എന്ത് ചെയ്യുക, ഹീറ്റ് ചെയ്യുക. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ആ ഒരു വ്യത്യാസം അവിടെ ഉള്ളത്. ലാൻഡിനും ഓഷനും ഒരേ സ്ഥലത്ത് എന്തായിരിക്കില്ല, ഒരേ ടെമ്പറേച്ചർ അല്ലെ താപനില ആയിരിക്കില്ല. അതുകൊണ്ടാണ് അവിടുന്ന് ബെൻഡ് ചെയ്ത് ആ വര അങ്ങനെ പോകുന്നത്. ഓക്കെ, റെഡി. അടുത്ത ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, റെഡി. ഇത് ടെമ്പറേച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഒരു സ്ഥലത്ത് താപനില ഉണ്ട്, അവിടുത്തെ ടെമ്പറേച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 6 ഫാക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? 1 അക്ഷാംശം, ലാറ്റിറ്റ്യൂഡ്. 2 സമുദ്രനിരപ്പിൽ ഉയരം, ആൾട്ടിറ്റ്യൂഡ്. 3 ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് സീ. കരയിലെയും കടലിനെയും വ്യത്യസ്തമായ ചൂടുപിടിക്കൽ. ഡിസ്റ്റൻസ് ഫ്രം ദ സീ, സമുദ്രത്തിൽ നിന്ന് അകലം. സമുദ്ര ജലപ്രവാഹം, മോഷൻ കറണ്ട്. ടോപ്പോഗ്രഫി, ഭൂപ്രകൃതി. നമ്മൾ ഓരോന്നും നല്ല അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ശ്രദ്ധിച്ചോളാം. ഒന്നാമത് ലാറ്റിറ്റ്യൂഡ്. എന്താ ലാറ്റിറ്റ്യൂഡ്? എന്താണ് ലാറ്റിറ്റ്യൂഡ്? നമ്മുടെ ഭൂമി ഇങ്ങനെ വരച്ചു കണ്ടോ, ഭൂമി ചിത്രമാണല്ലോ നിങ്ങൾ. ഇത് ഭൂമി, നമ്മുടെ ഭൂമിയിൽ സെൻട്രൽ കൂടെ വരയ്ക്കും. എന്താണ്? ഇക്വേറ്ററിൽ നിന്ന് മേലോട്ട് ഇങ്ങനെ പോകുന്നുണ്ടോ, ഓരോ ഡിഗ്രി ഇങ്ങനെ മേലോട്ട് പോകുന്ന കുറഞ്ഞു വരും. അതായത് കൂടി വരും. 0 ഡിഗ്രിയാണ്, 0, 1, 2, 3, പിന്നെ 23.5 എത്തും. അങ്ങനെ മുകളിലെത്തുമ്പോൾ 66.5 ആവും. പിന്നെ മുകളിലെത്തുമ്പോൾ 90 ഡിഗ്രി ആവും. ഇതാണ് ലാറ്റിറ്റ്യൂഡ്. അതായത് ഭൂമിൻ്റെ നടുവ് കൂടി ഒരു ഇമാജിനറി ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക, അതാണ് ഇക്വേറ്റർ. അതിനിങ്ങനെ മേലോട്ട് പോയി പോൾസ് അഥവാ ധ്രുവങ്ങളിലെത്തുന്ന സമയത്ത് 90 ഡിഗ്രി ആവും. അതായത് 0 to 90 ഡിഗ്രി ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ ഡിഗ്രി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആ ലൈൻസ് ആണ് എന്ത്? അക്ഷാംശരേഖകൾ അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡ്സ്. ഈ ലാറ്റിറ്റ്യൂഡ്സ് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കിച്ചോ, നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്, സൺറൈസ് ഡയറക്ട്ലി ഹിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഇത് ഇക്വേറ്റർ. ഡയറക്ട്ലി സൺറൈസ് ഹീറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഇക്വേറ്റർ. സൺറൈസ് ഹീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ടെമ്പറേച്ചർ കൂടുതലായിരിക്കോ കുറവായിരിക്കോ? ഇക്വേറ്ററിൽ ടെമ്പറേച്ചർ കൂടുകയോ കുറയോ? നിങ്ങൾ പറയണം, ടെമ്പറേച്ചർ കൂടുകയോ കുറയോ? എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൂടും. കാരണം സൺറൈസ് ഡയറക്ട്ലി ഹീറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. ക്ലിയർ ആണ്. സൺറൈസ് ഡയറക്ട്ലി ഹീറ്റ് ചെയ്യുന്ന ഇക്വേറ്ററിൽ ടെമ്പറേച്ചർ അഥവാ താപനില എന്തായിരിക്കും? താപനില വളരെ കൂടുതലായിരിക്കും. നിങ്ങൾ മേലോട്ട് നോക്കുമ്പോൾ ഇക്വേറ്ററിൽ നിന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ പോൾസിലെത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? സൺറൈസ് ഇങ്ങനെ ഒരുപാട് ലോങ് നിന്ന് ഇങ്ങനെ വരികയുള്ളൂ. അപ്പോൾ എന്തായിരിക്കും? ഹിറ്റിങ്ങിൻ്റെ പവർ അഥവാ ഇൻറ്റൻസിറ്റി കുറവായിരിക്കും. മേലോട്ട് പോകുന്നതോറും എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കുറഞ്ഞു വരും. അപ്പം ഏറ്റവും കൂടുതൽ ചൂടുണ്ടാവുക എവിടെയാണ്? സൺറൈസ് ഡയറക്ട്ലി ഹിറ്റ് ചെയ്യുന്ന നമ്മുടെ ഇക്വേറ്ററിലാണ്. 0 ഡിഗ്രി ഇക്വേറ്ററിൽ ടെമ്പറേച്ചർ ഏറ്റവും ഹൈ. പിന്നെ മേലോട്ട് 90 ഡിഗ്രി പോൾസിലേക്ക് പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ചൂട് കുറഞ്ഞു വരും. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാം? The temperature gradually decreases towards both the poles. Very high temperature is experienced along the equator region where the incidence of sunrise are almost vertical. നമ്മൾ പറഞ്ഞ പോയിന്റാണ്, വെർട്ടിക്കലി ഹീറ്റ് ചെയ്യുന്നതുകൊണ്ട് ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും. അപ്പം ആ പോയിന്റ് ആലോചിച്ച് നോക്കുക. ലാറ്റിറ്റ്യൂഡ് അഥവാ അക്ഷാംശം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് 0 ഡിഗ്രി 90 ഡിഗ്രിയിലേക്ക് പോകുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓക്കെ ആണ്.
ആ പോയിന്റ് കിട്ടണം. ലാറ്റിറ്റ്യൂഡ് എങ്ങനെ ഇൻഫ്ലുവൻസ് നിങ്ങൾ ആലോചിക്കുക. സൺറൈസ് ഡയറക്റ്റ് ചെയ്യുന്ന ഇക്വേറ്ററിലാണ്. ഇക്വേറ്ററിൽ ടെമ്പറേച്ചർ കൂടുതലാണ്. മേലോട്ട് പോകുന്നതോറും പോൾസിലേക്ക് പോകുന്നതോറും തണുപ്പാണ്. അപ്പോൾ ടെമ്പറേച്ചർ കുറഞ്ഞാണ് വരുന്നത്. ലാറ്റിറ്റ്യൂഡ് കൂടുന്നത് അക്ഷാംശീയ സ്ഥാനം ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ കൂടി വരുമ്പം എന്താവുന്നു? താപനില കുറഞ്ഞു വരുന്നു. റെഡിയാണ്? ഇവിടുന്ന് രണ്ട് സൈഡിലേക്ക് കൂട്ടോ, ഇവിടുന്ന് ഇങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും. ഓക്കെ, റെഡി. ഈ ടെമ്പറേച്ചറിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഈ ഓരോ ടെമ്പറേച്ചർ റീജിയൻസ് ആക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമിയെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാം 0-23.5 നല്ല ചൂടുള്ള ഈ ഒരു ഏരിയ നമ്മൾ വിളിക്കുന്ന പേരാണ് ടൊറിഡ് സോൺ. അത് ഇക്വേറ്ററിന്റെ രണ്ട് സൈഡിലുള്ള ഈ ഏരിയയാണ് ടൊറിഡ് സോൺ അല്ലെങ്കിൽ ഉഷ്ണമേഖല. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതേ ചിത്രം ഇങ്ങനെ തന്നെ തന്നിട്ട് എന്ത് ചെയ്യും? ഏതെങ്കിലും എന്ന് ചിലപ്പോൾ ഇത് മിസ്സാക്കും, അല്ലെ ഇത് മിസ്സാക്കും. ഏതെങ്കിലും കാര്യങ്ങൾ എന്ത് ചെയ്യും? മിസ്സാക്കിയിട്ട് നിങ്ങളോട് ചോദിക്കും. അവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യാം? ഓർത്ത് വെക്കുക. ഇത് ഇക്വേറ്ററിന്റെ രണ്ട് സൈഡിലുള്ളത് നമ്മൾ പറയും ടൊറിഡ് സോൺ അല്ലെങ്കിൽ ഉഷ്ണമേഖല, നല്ല ചൂടുള്ള സ്ഥലം. അത് ഇന്ന് നമ്മൾ പറയും രണ്ടറ്റത്ത്, അതായത് രണ്ട് പോൾസിലുള്ളത് നല്ല ശൈത്യമേഖല അഥവാ നല്ല ഫ്രിഡ്ജ് നേടിയില്ലേ, തണുപ്പല്ലേ, അതുകൊണ്ട് ഫ്രിഡ്ജിഡ് സോൺ. എന്ത് ചെയ്യുക? നല്ല ശൈത്യമേഖല. അപ്പം ഉത്തരം നോർത്തും എന്താണ് ദക്ഷിണവും അഥവാ സൗത്തും രണ്ട് ഫ്രിഡ്ജിഡ് സോൺ ഉണ്ടാവും, മുകളിലും താഴത്തും ഉണ്ടാവും. ഇനി നടുക്കുള്ള ഒരു മീഡിയം ടെമ്പറേച്ചർ വരുന്ന ഏരിയ ഉണ്ട് ടെമ്പറേറ്റ് സോൺ അല്ലെങ്കിൽ മിതോഷ്ണ മേഖല. മൂന്നെണ്ണം: ഉഷ്ണമേഖല, മിതോഷ്ണ മേഖല, ശൈത്യമേഖല. ടൊറിഡ് സോൺ, ടെമ്പറേറ്റ് സോൺ ആൻഡ് ഫ്രിജിഡ് സോൺ. 3 സോൺസ് ആണ്. അപ്പം ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തിട്ട് ഭൂമിയെ 3 സോൺസ് ആക്കി ക്ലാസിഫൈ ചെയ്യുന്ന ഏതെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ എഴുതി കൊടുക്കണം. ഏതൊക്കെ? ടൊറിഡ് അല്ലെങ്കിൽ ഉഷ്ണമേഖല, ടെമ്പറേറ്റ് അല്ലെങ്കിൽ മിതോഷ്ണ മേഖല, അല്ലെങ്കിൽ ഫ്രിജിഡ് സോൺ അല്ലെങ്കിൽ ശൈത്യമേഖല. എഴുതി കൊടുക്കൂലേ? ആ ഗ്രാഫ് എന്ത് ചെയ്യണം? നല്ലോണം നോക്കിയിട്ട് എന്ത് ചെയ്യണം? ക്ലാസ്സിന് പോകണം, എക്സാമിന് പോകണം. ഓക്കെ, റെഡി. രണ്ടാമത് ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. എക്സാമ്പിൾ പറയുമ്പോൾ കാത്തുട്ടോ. അങ്ങനെ എക്സാമ്പിൾ നിങ്ങൾ വയനാട്ടിലേക്കും ഊട്ടിയിലേക്കോ അല്ലെങ്കിൽ മൂന്നാറിലേക്കോ പോകുന്നതനുസരിച്ച് കുന്നിങ്ങനെ കയറി മേലോട്ട് പോകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് തണുപ്പ് കിട്ടുകയാണോ തണുപ്പ് കിട്ടാണ്ടിരിക്കുകയാണോ ചെയ്യുക? തണുപ്പ് കിട്ടല്ലേ ചെയ്യുക? അതായത് ടെമ്പറേച്ചർ കുറയല്ലേ ചെയ്യുക? അതേ സെയിം ലോജിക്ക് ആലോചിച്ച് വെക്കുക. മേലോട്ട് ആൾട്ടിറ്റ്യൂഡ് ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? തണുപ്പ് ഇങ്ങനെ കിട്ടിക്കൊണ്ടേ നിൽക്കും, അഥവാ ടെമ്പറേച്ചർ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേ നിൽക്കും. അത്രേ ഉള്ളൂ രണ്ടാമത്തെ പോയിന്റ്. ആൾട്ടിറ്റ്യൂഡ് അഥവാ സമുദ്രനിരപ്പിനുള്ള ഉയരം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ടെമ്പറേച്ചർ ഇങ്ങനെ കുറഞ്ഞു വരും. നിങ്ങൾ ഊട്ടിയിലേക്ക് പോകുന്ന മാത്രം ആലോചിച്ചാൽ മതി. നമ്മൾ വയനാട്ടിലേക്ക് കയറുന്ന സമയത്ത് ഇങ്ങനെ കയറി മേലോട്ട് എത്തുന്നതനുസരിച്ച് എന്ത് ചെയ്യും? തണുപ്പ് ഇങ്ങനെ കുറഞ്ഞു മുകളിൽ എത്തുന്നതിന് നല്ലോണം ടെമ്പറേച്ചർ ഇങ്ങനെ കുറഞ്ഞു മുകളിലെത്തുമ്പം ടെമ്പറേച്ചർ നല്ലോണം കുറഞ്ഞ് നല്ല തണുപ്പാവും. അപ്പോൾ ആലോചിച്ച് വെക്കുക, ആൾട്ടിറ്റ്യൂഡ് അഥവാ ഉയരം കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ കുറയും. മാർക്ക് ചെയ്ത് വെക്കണം. റെഡി? ഇതിനൊരു നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് ഓരോ കിലോമീറ്റർ ഉയരത്തിനും 6.4 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറഞ്ഞു വരുന്നത് നമ്മൾ പറയുന്നവരാണ് ക്രമമായ താപനഷ്ട നിരക്ക് അല്ലെങ്കിൽ നോർമൽ ലാപ്സ് റേറ്റ്. എന്താണെന്ന് ചോദിക്കൂട്ടോ. എന്താ നോർമൽ ലാപ്സ് റേറ്റ് എന്ന് ചോദിക്കുക? എന്താണ്? ഓരോ കിലോമീറ്റർ ഇങ്ങനെ മേലോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മൾ ടെമ്പറേച്ചറിൽ വേരിയേഷൻസ് നോക്കി കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും? 6.4 ഡിഗ്രി സെൽഷ്യസ് ഇങ്ങനെ കുറഞ്ഞിട്ടുണ്ടാവും പെർ 1 കിലോമീറ്റർ. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് നോർമൽ ലാപ്സ് റേറ്റ്. നോർമലി ലാപ്സ് ആയി പോകുന്ന റേറ്റ്. ക്രമമായ താപനഷ്ട നിരക്ക്, ക്രമത്തിൽ ഇങ്ങനെ താപം നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ റേറ്റ്, നിരക്ക്. ആ ടേം തന്നെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. എന്താണ്? ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ സമുദ്രനിരപ്പ് ഉയരം കൂടുന്നതിനനുസരിച്ച് എന്ത് കുറയും? ടെമ്പറേച്ചർ ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് നിൽക്കും. കുറയുന്നത് 1 കിലോമീറ്ററിനും 6.4 ഡിഗ്രി സെൽഷ്യസ് നിരക്കിലാണ്. അതിന് നമ്മൾ പറയും നോർമൽ ലാപ്സ് റേറ്റ് അല്ലെങ്കിൽ ക്രമമായ താപനഷ്ട നിരക്ക്. മൂന്നാമതാണ് ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് സീ. ആകെ പഠിക്കുന്ന ഒരൊറ്റ പോയിന്റുകൾ ഇതിൽ. ലാൻഡ് പെട്ടെന്ന് ഹീറ്റ് ആവുകയും ചെയ്യും, പെട്ടെന്ന് കൂളാവുകയും ചെയ്യും. അതായത് പെട്ടെന്ന് ചൂടാവുകയും ചെയ്യും, പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. കടലെന്താവും? മെല്ലെ ചൂടാവുള്ളൂ, ചൂടായി കഴിഞ്ഞാൽ മെല്ലെ തണുക്കുള്ളൂ. ഈ ഒരൊറ്റ പോയിന്റ് ആലോചിച്ച് വെച്ചാൽ ഈ ടോപ്പിക്, ഈ പോയിന്റ് എന്ത് ചെയ്തു? കഴിഞ്ഞു. ഓക്കെ, ലാൻഡ് ഗെറ്റ് ഹീറ്റഡ് ഫാസ്റ്റ്ലി ആൻഡ് കൂൾഡ് വെരി ഫാസ്റ്റ്ലി. അതുപോലെ തന്നെ എന്താണ്? കടലിനെ അപേക്ഷിച്ച് ഭൂമി വേഗത്തിൽ ചൂടാവുകയും തണുക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തെ പോയിന്റ് ക്ലിയർ അല്ലേ? റെഡി അല്ലേ?